ബോംബെറിഞ്ഞാലും വെട്ടിക്കൊലപ്പെടുത്തിയാലും ജയിലിലേക്ക് പോകുന്നത് വലിയ ആഘോഷത്തോടെയാണ്. പാർട്ടി അണികൾ ഘോഷയാത്ര നടത്തിയും അവരെ ഈ ഒരു നായക പരിവേഷത്തോടെയാണ് അവരെ ജയിലിലേക്ക് അയക്കുന്നത്. നമ്മൾ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ ഒരു കാഴ്ച കണ്ടു. അതായത് 25 വർഷം തടവ് ശിക്ഷ ലഭിച്ച 10 CPM പ്രവർത്തകരെ ഘോഷയാത്രയുടെ ആനയിച്ചാണ് അവരെ ജയിലിലേക്ക് അയച്ചത്. അക്രമ രാഷ്ട്രീയം നമ്മുടെ കേരളത്തിൽ വേരുറപ്പിച്ചതിൻ്റെ ലക്ഷണമല്ലേ ഇത്? അക്രമ രാഷ്ട്രീയം വേരുറപ്പിച്ചിട്ട് വർഷങ്ങളായതാണ് ആഷിക്ക്. ഇത് ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല. കണ്ണൂരെന്ന് മാത്രമല്ല, എവിടെയാണെങ്കിലും ഇടതുപക്ഷ അനുഭാവികൾ ഒരു കൊലയോ അല്ലെങ്കിൽ ഒരു ആക്രമണമോ നടത്തി ജയിലിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു വീരപരിവേഷം നൽകി അവരെ മുദ്രാവാക്യം വിളിച്ച് ജാഥയായി ജയിലിലേക്ക് അയക്കുന്ന സംഭവങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ 2026 ടെക്നോളജിയും ലോകവും ഇത്രയധികം മാറിയ, മനുഷ്യൻ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ, ബുദ്ധി വിവേചനത്തോടു കൂടി മനുഷ്യൻ ചിന്തിച്ച് തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ ഇത്തരം അന്തം പ്രവണതകൾ, ഈ ഇടതുപക്ഷ അനുഭാവികളെ കളിയാക്കി പറയുന്നൊരു പേരാണ് അന്തം കമ്മികൾ, ഇന്നും വംശനാശം വരാതെ കണ്ണൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ അലഞ്ഞു തിരിയുന്ന ഒരു വിഭാഗമാണ് ഈ പറയുന്ന അന്തം കമ്മികൾ. അത് കേരളത്തിൽ പലയിടത്തും ഉണ്ടെങ്കിലും അത് കൂടുതൽ വ്യക്തമാകുന്നത് ഈ പറയുന്ന കണ്ണൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്കാണ്. അന്തം എന്ന് പറയും. കാരണം എന്തും പച്ച തൊടാതെ വിടുങ്ങുന്ന അന്തങ്ങൾ, എത്ര അന്തങ്ങളാണ് ഇത്തരം പ്രവണതകൾ കാണിക്കുന്നത്. നമുക്കറിയാം, ആലക്കോട് തിമിരിയിൽ BJP പ്രവർത്തകരെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ 2011 ഈ സംഭവം, ഈ ഒരു കേസിന് ആധാരമായ സംഭവം നടക്കുന്നത്. 15 വർഷത്തിന് ശേഷമാണ് ഈ ഒരു വിഷയത്തിൽ വിധി വരുന്നത്. അതിൽ തന്നെ 10 CPM പ്രവർത്തകർക്ക് 25 വർഷം തടവും അവർക്ക് നല്ല പിഴയുമുണ്ട്. അതിൽ പ്രധാന പ്രതികൾ ഒഴികെയുള്ള ബാക്കി എല്ലാവരും തന്നെ 10 വർഷം ജയിലിൽ കഴിയുക. പ്രധാന പ്രതികൾ 25 വർഷം തന്നെ അകത്ത് കഴിയണം. ഞാൻ അവരുടെ പേര് ഒന്ന് ഓർഡറിൽ വായിച്ച് കേൾപ്പിക്കാം. അത് എനിക്ക് ആ പേര്, ഇത്രയും പേരുകളൊന്നും ഓർത്ത് വയ്ക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ നോക്കി വായിക്കുന്നു തോന്നരുത്. ഇപ്പോൾ ഈ തളിപ്പറമ്പ് സർക്കിൾ ഈ സഹകരണ യൂണിയൻ ചെയർമാനും തടിക്കടവ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിട്ടുള്ള ഒരു റിട്ടയർഡ് അധ്യാപകൻ തിമിരി ഇളയാട്ട് മേമന എങ്കെ പ്രദീപ് കുമാർ 51 വയസ്സ്, കൂത്തമ്പലം തെക്കിനിയിൽ TV ബിനു, അതായത് ഉടുമ്പു ബിനു 49 വയസ്സ്, കൂത്തമ്പലം പനയന്തട്ട പുതിയപുരയിൽ PP സത്യൻ 50 വയസ്സ്, CPM ആലക്കോട് ഏരിയ മുൻ സെക്രട്ടറിയും ഇപ്പോൾ ഏരിയ കമ്മിറ്റി അംഗവുമായ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം ഇളയാട് പുല്ലായിക്കൊടി വീട്ടിൽ PV ബാബുരാജ് 59 വയസ്സ്, അടുക്കം ഇടത്തില വീട്ടിൽ EV വിനോദ് കുമാർ 52 വയസ്സ്, ഇളയാട് പാലേരി വിജയൻ 41 വയസ്സ്, ഇളയാട് കരിപ്പാൽ പടിഞ്ഞാറേ വീട്ടിൽ KP സുരേഷ് 41 വയസ്സ്, ചെറുപുഴ തെക്കവേൽ ടോബി 41 വയസ്സ്, ഇളയാട് കോറോത്ത് വളപ്പിൽ ജനാർദ്ദനൻ 63 വയസ്സ്, വെള്ളാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് കാരക്കാട്ട് മാൻവെട്ടും കുന്നേൽ ശിവപ്രസാദ് 57 വയസ്സ്. ഇവർക്കാണ് ശിക്ഷ കിട്ടിയിട്ടുള്ളത്. ഈ തിമിരിയിൽ ഒരു RSS ശാഖ ആരംഭിക്കാൻ പോവുകയാണ്. അതിനെ തുടർന്നുണ്ടായ ഒരു വാക്ക് തർക്കം, ഈ വാക്ക് തർക്കം ഈ പറയുന്ന RSS പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയാണ്. ഇവർ വാഹനങ്ങളിൽ വീടുകളിലേക്ക് ഈ RSS സംഘടനയിൽപ്പെട്ട അനുഭാവികൾ ഇവരെ, ഈ പരിക്കേറ്റവരെ വാഹനങ്ങളിൽ വീടുകളിലേക്ക് എത്തിക്കുമ്പോൾ CPM പ്രവർത്തകരായ ഈ പ്രതികൾ വാഹനത്തിന് നേരെ ബോംബെറിയുന്നു. നവംബർ 27 വൈകിട്ട് 4:30 തിമിരി ഔവർ കോളേജിന് സമയത്ത് റോഡിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. വാഹനത്തിന് നേരെ ബോംബെറിയാണ്. നമുക്കറിയാം, അക്രമ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ബോംബ് വന്ന് പതിച്ച് ഈ വാഹനങ്ങൾ മുഴുവൻ കത്തിയിട്ടുണ്ടെങ്കിൽ കലാപ സമാനമായ ഒരു സാഹചര്യമാണ് അവിടെ ഉടലെടുക്കാൻ പോകുന്നത്. ഇത് അവിടം കൊണ്ട് മാത്രം അവസാനിക്കുകയല്ല. ഈ ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ BJP ആകട്ടെ, അതിനൊരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രദേശത്ത് ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സംസ്ഥാനത്തെ ഒന്നാകെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസ് നടന്നപ്പോൾ കേരളം മുഴുവൻ നിശ്ചലമായി പോയി. ഹർത്താലും ബാക്കി വിഷയങ്ങളും കാരണം കേരളം മുഴുവൻ നിശ്ചലമായി. ശ്രീനിവാസന്റെ കൊലപാതകത്തിന് മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. SDPI പ്രവർത്തകനെ ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. അതിനുള്ള മറുപടിയാണ് ശ്രീനിവാസന്റെ കൊലപാതകം. അന്നും ഞാൻ പറഞ്ഞത്, ഇവിടെ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഒരു പ്രദേശത്തെ മാത്രമല്ല. ഇപ്പോൾ പാലക്കാട് ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയെ മാത്രമല്ല അത് ബാധിക്കുക, അത് കേരളത്തിലെ ബാക്കി 13 ജില്ലകളെയും ഭയങ്കരമായി ബാധിക്കും. ഹർത്താലുണ്ടാവും, ആക്രമണങ്ങളുണ്ടാവും. നമുക്കറിയാം, KT ജയകൃഷ്ണൻ മാസ്റ്റർ വധം, അതിനു മുൻപ് നടന്നുള്ള CPM പ്രവർത്തകന്റെ മരണം, ഈ പറയുന്ന കൊലപാതകങ്ങൾക്കൊക്കെ ശേഷം കേരളം മുഴുവൻ കത്തിപ്പടർന്ന ഒരു കലാപ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഞാനത് തീരെ ചെറുപ്പമാണ്. അന്ന് KT ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടിക്കൊന്നു എന്നുള്ള വാർത്തയൊക്കെ നടുക്കത്തോടു കൂടിയാണ് പത്രത്തിൽ വായിക്കുന്നത്. അന്ന് TV പ്രചാരത്തിൽ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. കേബിൾ TV അടക്കമുള്ള കാര്യങ്ങൾ പ്രചാരത്തിൽ എത്തുന്നതേ ഉള്ളൂ. അന്ന് റേഡിയോയും ഈ പറയുന്ന പത്രവുമാണ്
പ്രധാന വാർത്താവിനിമയ സംവിധാനം എന്ന് പറയുന്ന ആ സമയത്ത് പോലും ഇവിടെ കേരളത്തിലെ 13 ജില്ലകൾ, ഈ പറയുന്ന 14ാമത്തെ ജില്ലയിൽ ഉണ്ടായ സംഭവത്തിൽ ബാക്കി 13 ജില്ലകളും ബാധിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അത്തരമൊരു സാഹചര്യത്തിലാണ് 2011 സാക്ഷിയാകുന്നത്. എന്തോ ഒരു ഭാഗ്യത്താൽ ഇവർക്ക് പരിക്ക് പറ്റി തീർന്നു. പക്ഷേ ഇത് ഒരു കൊലപാതകത്തിലേക്ക് പോയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു മരണത്തിലേക്ക് പോയിരുന്നുവെങ്കിൽ ഒരാളല്ല മരണപ്പെടുന്നത്, വന്ന് വീഴുന്ന വാഹനത്തിന് നേർക്കണം, ആ വാഹനത്തിലുള്ള എല്ലാവരും മരണപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ കൺട്രോളിലാണ്, വാഹനങ്ങൾ പൂർണ്ണമായി കത്തി നശിക്കുന്ന ഒരു അവസ്ഥ, അത്രയും ആളുകൾ വെന്തു മരിക്കുന്നു. ഇതിൽ വെറി പൂണ്ട മറ്റുള്ള ജില്ലകളിലെ പ്രവർത്തകർ ഈ പറയുന്ന CPM അനുഭാവികളെ ആക്രമിക്കുന്നു, അവർ തിരിച്ചാക്രമിക്കുന്നു. ഇങ്ങനെ ആക്രമണം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതിനകത്ത് ഒന്നും അറിയാത്ത സാധാരണക്കാരായ ജനങ്ങൾ ഇതിനുള്ളിൽ പെട്ടുപോവുകയാണ്. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന പാൽ, പത്രം, ആംബുലൻസ് ഇവയെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഒരു കലാപം നടക്കുമ്പോൾ മണിക്കൂറുകളോളം മറ്റുള്ള വാഹനങ്ങൾ തടയുന്ന കൂടെ തന്നെ ആംബുലൻസുകൾ പെട്ടുപോകുന്നു. ഇതിനുള്ളിൽപ്പെട്ട് രോഗികൾ മരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനിടയ്ക്ക് മറ്റൊരു സംഭവം, അത് രസകരമായിട്ടുള്ള സംഭവം എന്ന് ഞാൻ പറയുന്നില്ല. ഇതുപോലെ ഒരു ഹർത്താൽ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഒരു ആംബുലൻസ് ഇതുപോലെ സമരാനുകൂലികൾ തടഞ്ഞു. ആംബുലൻസ് ഹർത്താൽ ദിവസമാണ് ആംബുലൻസ് ഓടിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു ആംബുലൻസ് തടഞ്ഞത്. അതായത് അവശ്യ സർവീസായ ആംബുലൻസ്, പത്രം അതുപോലുള്ള സംവിധാനങ്ങൾ തടയുമ്പോൾ ഇവർക്കൊരു ഔചിത്യബോധമില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് ഔചിത്യബോധം ഉള്ളത്? ഔചിത്യബോധം മരിക്കുന്നിടത്താണ് ഒരു അന്ധം പ്രവർത്തകൻ. അന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കാണാത്ത രാഷ്ട്രീയ പ്രവർത്തകൻ. നല്ല രാഷ്ട്രീയ പ്രവർത്തകരുമുണ്ട്. നമുക്കറിയാം, ഒരു ട്രാഫിക് ബ്ലോക്ക് വരുമ്പോഴേക്കും നമ്മൾ കണ്ടിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരത്തിനിടയിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് വരുമ്പോൾ ആംബുലൻസിന് വഴിയൊരുക്കി കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. ഇതേ സ്ഥാനത്ത് ഒരു RSSകാരനോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ആണെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കണമെന്നും പറഞ്ഞ് ആ വണ്ടിയുടെ 4 ടയറിന്റെ കാറ്റും കൂടെ വേണമെങ്കിൽ ഊരിവിടും. ഇതാണ് ഞാൻ പറയുന്നത്. CPM എന്നൊരു പാർട്ടിയെ മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാവരും കണക്കാണ്. രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെ പരമായ തർക്കത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നു. പിന്നെ ആ കൊല്ലപ്പെടുന്ന ഒരാളുടെ പേര് രക്തസാക്ഷി, ബലിദാനി, ഷഹീദ്, ഈ പേരുകളിലാണ് അവർ അറിയപ്പെടുന്നത്. വർഷാവർഷം അവർക്ക് വേണ്ടി അനുസ്മരണങ്ങൾ നടത്തുമ്പോഴും അവരുടെ പേരിൽ ഈ മണ്ഡപങ്ങൾ പണിയുമ്പോഴും അവരറിയുന്നില്ല ആ കുടുംബത്തിന് എന്താണ് നഷ്ടപ്പെട്ടതെന്ന്. ആഷിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പറയുന്ന മൊത്തം നമ്മുടെ ഈ പറയുന്ന നമ്മുടെ കേരളത്തിൽ നിലവിലുള്ള പ്രസ്ഥാനങ്ങളിലെ, അതായത് പ്രധാനമായും 3 പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഐക്യജനാധിപത്യ മുന്നണി, BJP, അതിൻ്റെ ഉപസംഘടനകളായിട്ട് വരുന്ന മറ്റുള്ളത് DYFI, CITU, SFI, KSU, അതുപോലെ തന്നെ ഈ പറയുന്ന RSS, ഞാൻ പറഞ്ഞു വരുന്നു. അങ്ങനെ ഈ SDP അടക്കമുള്ള കുറേ സംഘടനകൾ, ഈ സംഘടനകളിലെ മൊത്തത്തിലുള്ള രക്തസാക്ഷികളുടെ കണക്ക് നമ്മളൊന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു സംശയമാണ് പറയുന്നത്, അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വിരലെണ്ണാവുന്നവർ മാത്രമായിരിക്കും ഇതിൻ്റെയൊക്കെ പ്രവർത്തകർ. ഒന്ന് മുഹമ്മദ് എന്ന് പേരുണ്ടെന്നുണ്ടെങ്കിൽ അവൻ SDP ബലിദാനിയാണ്. ഒന്ന് രാജനെന്നോ വേറെന്തെങ്കിലും ഒരു പേരുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഒന്നുകിൽ BJPയുടെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ UDFൻ്റെ ഒരു രക്തസാക്ഷിയാണ്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ജാഥ പോകുമ്പോൾ അതിൻ്റെ കോർത്തിൽ നടന്നുള്ള പരിചയം മാത്രമേ കാണുകയുള്ളൂ. അയൽവക്ക തർക്കത്തിലായിരിക്കും ഇവൻ കുത്തേറ്റ് മരിക്കുന്നത്, ഇവനെ രക്തസാക്ഷിയാക്കി മാറ്റുന്നു, അതിൻ്റെ പേര് കലാപങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് ഒരു കാലത്ത് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴും 80കളിൽ നിന്നോ 70കളിൽ നിന്നോ വണ്ടി കിട്ടാതെ നിൽക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം മാത്രമേ നമ്മുടെ സംസ്ഥാനത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിശയോക്തിയൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM, ഇവർക്ക് ഇന്നും 70കളിൽ നിന്നും 80കളിൽ നിന്നും 26ലേക്ക് വണ്ടി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ 2020ലേക്കോ 2000ലേക്കോ വണ്ടി കിട്ടിയിട്ടില്ല. CPMനെ മാത്രം തള്ളി പറയരുത്. CPM പോലെ അക്രമ രാഷ്ട്രീയം നടത്തുന്ന മറ്റ് പാർട്ടികൾ ഇവിടെയുണ്ട്. ഈ കഴിഞ്ഞ 15 വർഷത്തിനിടയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ RSS BJP സംഘടനയും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ അങ്ങോട്ട് അടിച്ചതിൻ്റെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ എത്ര അക്രമങ്ങൾ ഈ കഴിഞ്ഞ 15 വർഷത്തിനിടയ്ക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 30 കേസുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 29 കേസും ഈ പറയുന്ന CPIയും BJPയും തമ്മിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു കേസ് അല്ലെങ്കിൽ 2 കേസ് ഉണ്ടാകും ഇവിടുത്തെ കോൺഗ്രസിന്റെ പേരിലുള്ളത്, അതും KSUവിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേസുകളല്ലാതെ. ഇവിടെ അക്രമ രാഷ്ട്രീയം നടത്തുന്നവരെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നോർമലൈസ് ചെയ്യരുത്. അക്രമ രാഷ്ട്രീയം ചെയ്യുന്നതിന് നോർമലൈസ് ചെയ്യരുത്. അതിപ്പോ കോൺഗ്രസ് ആയാലും ആരായാലും. ഞാൻ പറഞ്ഞു വരട്ടെ, ഇവിടുത്തെ തലയ്ക്ക് വെളിവില്ലാത്ത
KSU കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നങ്ങളല്ലാതെ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കൾ കലാപ ആഹ്വാനം ചെയ്ത എത്ര സംഭവങ്ങൾ ഇവിടെ ആഷിഖിന് എടുത്ത് കാണിക്കാൻ പറ്റും? എന്നാൽ ഇവിടുത്തെ ഈ പറയുന്ന CPIഎമ്മിലെയും ഈ പറയുന്ന BJPയിലെയും തലമുതിർന്ന നേതാക്കൾ മുന്നിട്ടിറങ്ങി കലാപാഹ്വാനം ചെയ്ത സംഭവങ്ങൾ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെയൊക്കെ നമ്മൾ കണ്ടാണ്. വീണ ജോർജിന്റെ പെടലി വിഷയം നമ്മൾ കണ്ടതാണ്. വീണ ജോർജിന്റെ ഇല്ലാത്ത പെടലിയുടെ പേരിൽ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഓഫീസുകൾ കടന്നാക്രമിച്ചത് ആരാണ്? ഇവിടെ SIയെ നടപടി തടഞ്ഞു നിർത്തി അയാളുടെ തള്ളയ്ക്കും നന്ദയ്ക്കും വിളിച്ച ആരാണ്? ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണോ? ആണോ? പക്ഷേ എന്നാലും എടുത്തു പറയത്തക്ക ഒരു കാര്യമുണ്ട്. ഇടുക്കിയിൽ നീരജിന് ഓർമ്മയുണ്ടല്ലോ, ഉണ്ട്. നിഖിൽ പൈലി ഒരു സംഘർഷത്തിനിടെ നിഖിൽ പൈലി എന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ കുത്തേറ്റാണ് നീരജ് എന്ന കോളേജ് വിദ്യാർത്ഥി കൊല്ലപ്പെടുന്നത്. ആ ഒരു അക്രമം ഇതിന്റെ കൂട്ടത്തിൽ പെടുത്തൂടെ? അപ്പോ ഇതും ഒരു അക്രമ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമല്ലേ? ആഷിഖെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു കൊലക്കത്തിക്ക് മറ്റൊരു വ്യക്തി ഇരയാകുന്നത് മാത്രമല്ല അക്രമ രാഷ്ട്രീയം. ഒരു ആക്രമണം നടക്കുമ്പോൾ ഒരാൾ മറ്റൊരാളുടെ ജീവൻ എടുക്കുന്ന പാപത്തിനെ മാത്രം അക്രമ രാഷ്ട്രീയം എന്ന് പറയണ്ട. ഇവിടെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഒത്തൊരുമിച്ച് പോകുന്ന ഒരു സമൂഹത്തെ വേർതിരിച്ച് ഭരിക്കുന്നതും അക്രമ രാഷ്ട്രീയമാണ്. എന്ത് കഴിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എപ്പോൾ സഞ്ചരിക്കണം, എവിടെ ഇരിക്കണം, എന്ത് ചിന്തിക്കണമെന്ന് പറയുന്നതും അക്രമ രാഷ്ട്രീയമാണ്. ഇവിടെ എന്താ പറയുക, ഇവിടെ അക്രമത്തെ പ്രോത്സാഹിപ്പിച്ച്, അക്രമികളെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വീരപരിവേഷം നൽകി അവരെ യാത്ര അയക്കുന്നതും അക്രമ രാഷ്ട്രീയമാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്പറവുകളെ പടർത്തി ഇവിടെ ആരും തന്നെ രാഷ്ട്രീയം നടത്തിയിട്ടില്ല. ഇന്നും നടത്തിയിട്ടില്ല, ഇടതനം നടത്തിയിട്ടില്ല, വലതനം നടത്തിയിട്ടില്ല, നടുവിൽ നിൽക്കുന്നവർ നടത്തിയിട്ടില്ല. ഇവർ 3 പേര് നടത്തിയിട്ടുള്ള എന്താണ്? ഇവരുടെ സൗഹൃദ സംഭാഷണങ്ങളിൽ തോളോട് തോൾ ചേർന്ന് നേതാക്കന്മാർ ചിരിച്ചും കളിച്ചും പിന്നിൽ നിൽക്കുന്ന അണികളെ കുത്തി തിരിച്ചുവിട്ട് അവർക്കിടയിൽ ഉണ്ടാകുന്ന ഭിന്നതയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അവർ വളർത്തിയെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു തറയിലാണ് ഇന്ന് ഈ ഭാരതം നിൽക്കുക എന്നുള്ളത് മറക്കരുത്. ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് കെട്ടി ഉയർത്തിയ ഒരു ഭിത്തി, വർഗീയതയും വർണ്ണവിവേചനവും ജാതിപറിയും ഊട്ടി ഉറപ്പിച്ച തറക്കല്ല്, അതിന്റെ മേൽ കെട്ടി ഉയർത്തിയിട്ടുള്ള ഒരു അക്രമത്തിന്റെ മേൽക്കൂര. ഇതിന്റെ കീഴിൽ ഒതുക്കപ്പെട്ടു പോയ തടവുകാർ മാത്രമാണ് ഈ ഭാരതത്തിലെ ഓരോ ജനതയും. ഈ പറയുന്ന തടവറയ്ക്ക് കാവൽ നിൽക്കുന്ന 3 ചുവരുള്ള തടവറ, ആ 3 ചുവരുള്ള ത്രികോണ തടവറയുടെ ചുറ്റും കാവൽ നിൽക്കുന്ന 3 പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങൾക്ക് നടുക്ക് പെട്ടുപോയ സാധാരണക്കാരായ ജനങ്ങൾ. ഇതാണ് അക്രമ രാഷ്ട്രീയം. അല്ലാതെ ഒരുവനെ ജീവൻ എടുക്കുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ കൊള്ളിവെപ്പും കൊലയും സമരവും മാത്രമല്ല അക്രമ രാഷ്ട്രീയം. ജനങ്ങളുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് മേൽ, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യങ്ങൾക്ക് മേൽ, അവരുടെ സംസാര സ്വാതന്ത്ര്യങ്ങൾക്ക് മേൽ, ഭക്ഷണ സ്വാതന്ത്ര്യങ്ങൾക്ക് മേൽ, വസ്ത്ര സ്വാതന്ത്ര്യങ്ങൾക്ക് മേൽ, അവരെന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ആരെ വിശ്വസിക്കണം എന്നുള്ള വിശ്വാസങ്ങൾക്ക് മേൽ, ഇവിടെ നെറ്റിയിൽ തഴമ്പുള്ളവൻ അക്രമകാരിയാണെന്ന് വിളിച്ചു പറയുന്ന രാഷ്ട്രീയം, ഇവിടെ 5 നേരം നിസ്കരിക്കുന്ന മുസൽമാൻ പാകിസ്ഥാനിയാണെന്ന് പറയുന്ന രാഷ്ട്രീയം, ഇവിടെ ക്രിസ്ത്യാനികൾ എല്ലാവരും തന്നെ എന്താ പറയുന്ന അക്രമകാരികളാണെന്ന് വരുത്തി തീർക്കുന്ന രാഷ്ട്രീയം, ഇവിടെ അമ്പലത്തിൽ പോകുന്നവൻ അല്ലെങ്കിൽ നെറ്റിയിൽ കുറിയുള്ളവൻ RSS തീവ്രവാദിയാണെന്ന് പറയുന്ന രാഷ്ട്രീയം. ഈ രാഷ്ട്രീയമാണ് അക്രമ രാഷ്ട്രീയം. അതും അക്രമ രാഷ്ട്രീയമാണ്. അല്ലാതെ കൊള്ളിവെപ്പും കൊലയും തീവെപ്പും മാത്രമല്ല അക്രമ രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രബോധമാണ്. രാഷ്ട്രീയം രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി അവരുടെ സംഹിതകളെ എഴുതി ചേർത്ത് ജനങ്ങളെ നേർവഴി കാണിക്കുവാനായിട്ടാണ് നേതാക്കന്മാർ ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയ അടുത്ത നിമിഷം ഗാന്ധിജി പറഞ്ഞൊരു വാക്കുണ്ട്, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇനി ഇവിടെ ആവശ്യമില്ല, അത് പിരിച്ചുവിടണം. അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് അറിയാം നാളെ ഇതെല്ലാം തമ്മിൽ തല്ലി പിരിയും. തമ്മിൽ തല്ലി പിരിഞ്ഞ് A മുതൽ Z വരെയുള്ള ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങളും പെറുക്കിക്കൂട്ടി ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. ഒടുക്കം തമ്മിൽ തല്ലപ്പെടും, കൊള്ളിവെപ്പും കൊലയും ഉണ്ടാകും. ഈ രാഷ്ട്രം മുഴുവനായി തന്നെ തരിപ്പണമാകുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതോടെ അദ്ദേഹം പറഞ്ഞു, ഇനി ഇതിന്റെ ആവശ്യമില്ല. എന്തിനാണ് ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അന്ന് ഉണ്ടാക്കിയെടുത്തത്? ഐക്യജനാധിപത്യ മുന്നണി എന്തുകൊണ്ടുണ്ടാക്കിയെടുത്തു? ഐക്യജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയെടുത്തത് ഇവിടുത്തെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ തോളോട് തോൾ ചേർന്ന് നിന്ന് പൊരുതുവാൻ, ഇവിടുത്തെ ഓരോ ഇന്ത്യക്കാരനും ഊർജം നൽകുവാൻ, അവർക്ക് കരുത്തും വീര്യവും പകരുവാനേ അവരെ ഒരു കുടക്കീഴിൽ നിരത്തുവാനായിട്ടാണ് ഈ പറയുന്ന പ്രസ്ഥാനത്തെ അന്ന് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ഈ പറയുന്ന സുഭാഷ് ചന്ദ്രബോസും അടങ്ങുന്ന സംഘം ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാണുവാനായിട്ട് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന് ഭാഗ്യമുണ്ടായില്ലെങ്കിൽ പോലും ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഒരു പക്ഷേ ഈ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നേനെ. ഒരിക്കലും ജവഹർലാൽ നെഹ്റു ആയിരുന്നിരിക്കില്ല, സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നേനെ. പക്ഷേ അദ്ദേഹം എവിടെയോ പോയി മറഞ്ഞു. മരണപ്പെട്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത ഏതോ ഒരു ഇരുട്ടിലേക്ക് അദ്ദേഹം മറഞ്ഞപ്പോൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഇനി ഈ മുന്നണി പിരിച്ചുവിടണം, ഇനി രാഷ്ട്രത്തിന് വേണ്ടി എല്ലാവരും ചിന്തിക്കട്ടെ, രാഷ്ട്രീയം ഇനി വേണ്ട. പക്ഷെ അന്നത് കേൾക്കാതെ മുന്നോട്ട് പോയി. ഒടുക്കം നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന മതവെറി പൂണ്ട ഭ്രാന്തന്റെ തോക്കിന്റെ തുമ്പിൽ അദ്ദേഹം പിടഞ്ഞു വീണപ്പോൾ
ഈ രാഷ്ട്രം ഒന്നാകെ നിശ്ചലമായപ്പോൾ ഗാന്ധി എന്ന് പറഞ്ഞ മഹാത്മാവിന്റെ ശരീരത്തിൽ നിന്നും ജീവൻ ഒരു പ്രാവിനെ പോലെ പറന്നകന്നപ്പോൾ ഈ രാഷ്ട്രം മുഴുവൻ കരഞ്ഞപ്പോൾ കാലങ്ങൾക്കിപ്പുറം ഇന്ന് അതേ നാഥുറാം ഗോഡ്സെയ്ക്ക് ധീരൻ എന്ന വീരപരിവേഷം ചാർത്തിക്കൊടുത്ത നാഥുറാം ഗോഡ്സെ ചെയ്തതാണ് ശരിയെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യ ഭരിക്കുമ്പോൾ ഇവിടെ അക്രമ രാഷ്ട്രീയം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വ്യക്തമായി എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ആ എഴുതി ചേർക്കപ്പെട്ട അക്രമ രാഷ്ട്രീയത്തിന്റെ അടിത്തറയിലാണ് ഇന്ന് ഞാനും ആഷിക്കും അടങ്ങുന്ന ഒരു വിഭാഗം നിൽക്കുന്നത്. നമ്മൾക്കൊരു വ്യക്തമായ രാഷ്ട്രീയം നമുക്കില്ലായിരിക്കാം, രാഷ്ട്രബോധമേ നമുക്കുണ്ടായിരുന്നിരിക്കാം. താങ്കളുടെ നെറ്റിയിലെ നിസ്കാര തഴമ്പ് താങ്കളെ മത തീവ്രവാദിയായ പാകിസ്ഥാനിയും എൻ്റെ നെറ്റിയിലെ ചന്ദനക്കുറി എന്നെ ഹൈന്ദവ വിശ്വാസിയായ ഒരു RSS ഭീകരനുമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയമാണ് അക്രമ രാഷ്ട്രീയം. അതിനെയാണ് ഭയക്കേണ്ടത്, അതിനെയാണ് വെറുക്കേണ്ടതും, അതിനെയാണ് കുറ്റിച്ചൂലിനടിച്ച് പുറന്തള്ളേണ്ടതും. അത് എന്നീ ജനത മനസ്സിലാക്കുന്നു അതുവരേക്കും ഇത്തരം മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ബോംബെറിയുന്നവനും വെട്ടിക്കൊല്ലുന്നവനും ജയിലിലേക്ക് പോകുമ്പോൾ വീരപരിവേഷം ലഭിക്കും. സാധാരണ ജനങ്ങൾ ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുക മാത്രം ചെയ്യും.